അത്യാവശ്യം ധൈര്യം വേണം കേട്ടോ ഡ്രൈവിങ്ങിൽ. എന്താണെന്ന് വെച്ചാൽ ഈ എതിരെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരുന്ന പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓവർടേക്ക് എടുത്ത് വരുന്ന സമയത്ത്. എൻ്റെ പൊന്നു മക്കളെ, വഴിയൊന്ന് കുറച്ച് പറ്റി, അപ്പം ഞാൻ റിവേഴ്സ് എടുക്കുകയാണ് കേട്ടോ. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ക്യാമറ നോക്കി നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്ന സ്ഥിതിയിലല്ല, ഒരു ഡ്രൈവിംഗ് വ്ലോഗാണ് കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 7:30 കഴിഞ്ഞു, 7:45 ഇപ്പം ഞാൻ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പേട്ടയിൽ നിന്ന് നേരെ ഇരുമ്പനമാണ് നമ്മൾ പോവേണ്ടത്. ചെറിയ ചെറിയ തിരക്കായി തുടങ്ങി. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേയിലാണ്. സാറ്റർഡേ എന്താണെന്ന് വെച്ചാൽ യോഗാധ്യാപക സംഗമം. ഞാനൊരു യോഗ ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യോഗാധ്യാപക സംഗമം നടക്കുന്നുണ്ട്. അപ്പോൾ മൂവാറ്റുപുഴയിലാണ്. എനിക്കറിയാത്തൊരു വഴിയാണ്. ഇതുവരെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളത് എനിക്കറിയുന്ന സ്ഥലത്തോട്ട് മാത്രമാണ്. എനിക്കറിയാത്ത സ്ഥലത്തോട്ട് അതായത് ഇതുവരെ ഞാൻ പോവാത്ത സ്ഥലമാണ്. അങ്ങനെ അവിടെ വരെ ഞാൻ പോയിട്ടില്ല, ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും, അങ്ങനെയാണ് പോയേക്കണം. അപ്പോൾ ഞാൻ വഴി പഠിക്കാൻ കുറച്ച് മോശമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഇരുമ്പനം വരെയൊക്കെ എനിക്കറിയാം എന്നുള്ളതാണ്. എറണാകുളത്തുള്ളവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളുകൾക്ക് കൂടുതലും അവധിയായിരിക്കും. പിന്നെ ഓഫീസുകാർ അങ്ങനെയുള്ള ആൾക്കാർ തിരക്കായി വരുന്നു. 7 മണി കഴിഞ്ഞാൽ തന്നെ തിരക്കാണല്ലോ. അപ്പോൾ ആ രീതിയിൽ റോഡിൽ ആവശ്യത്തിന് തിരക്കുണ്ട്. അപ്പം എന്നെ ഫേസ് ചെയ്തിട്ടായിരിക്കും ക്യാമറ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്നലായിട്ടുണ്ട്, പതിയെ കടന്നു പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി. അപ്പോൾ ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അതൊരു ഇഷ്ടമാവും എന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഇരുമ്പനത്തുനിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ അങ്ങനെ പോകും. ഓക്കെ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്കറിയാത്തൊരു സ്ഥലത്തോട്ട് പോകുന്നു. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ പോയിട്ടില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും മണ്ടത്തരാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഗൂഗിൾ മാപ്പ് നോക്കാൻ എളുപ്പമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാനിതുവരെ നോക്കാത്തത് കൊണ്ട് എനിക്കറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാലം കയറാൻ പോവുകയാണ്. ഇവിടെ നമുക്കൊരു സ്റ്റുഡിയോയൊക്കെ ഉണ്ട്. ഞാനപ്പോൾ സെക്കൻഡിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗിയർ വണ്ടിയാണ് കേട്ടോ നമ്മുടെ, അറിയാലോ അല്ലേ. അപ്പോൾ നമുക്ക് സേഫായിട്ട് പോവാം. ഈ ഹാഫ് ക്ലച്ചിൽ നിർത്തുന്ന കാര്യമൊക്കെ പണ്ട് ഭയങ്കര പേര്, ഇപ്പോഴും ആണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അതൊക്കെ അങ്ങോട്ട് പതിയെ സെറ്റാകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ആക്കണമായിരുന്നു. ഫ്രണ്ടിലൊരു ഓട്ടോ പോകുന്നുണ്ട്, പതിയാണ് പോകുന്നത്. അപ്പം ഞാൻ പതിയെ ഒന്ന് ഫസ്റ്റ് ആക്കി. ഇവിടെ നല്ല ഗട്ടറാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആക്കി, ഇനി പതിയെ വീണ്ടും നമുക്ക് സെക്കൻഡ് ആക്കാം. ഓക്കെ, അപ്പോൾ സത്യത്തിൽ എന്താ പറയുക, നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങളിങ്ങനെ ആദ്യമായിട്ട് പഠിച്ചിട്ട് വഴിയറിയാത്ത വഴി കൂടി പോകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? എന്തായാലും ഇതിപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റുഡിയോ ആവട്ടെ, വഴിയൊക്കെ അറിയാമെന്നാണ്. എനിക്കിങ്ങനെ വഴികൾ പഠിക്കാനും പറഞ്ഞു തരാനൊക്കെ ഭയങ്കര അധികം മോശമായിട്ടുള്ള ഒരാളാണ്. ഞാനപ്പോൾ വരുന്നത് മരടിൽ നിന്ന് പേട്ട എത്തി. പേട്ടയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വീഡിയോ ഓൺ ആയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ഓട്ടോ പതിയെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ ബാക്കിൽ പതിയെ പോവാം. പാലം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ചെറിയൊരു വ്ലോഗ് ഫുള്ളാക്കാനൊന്നും പറ്റില്ല. അവിടെ വരെ പോകണതൊന്നും നമ്മൾ എടുത്തില്ല. എനിക്ക് വഴി അറിയുന്ന സ്ഥലം വരെ നമുക്ക് ചെറുതായിട്ട് വ്ലോഗ് എടുക്കാം. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എടുക്കണത് അല്ലേ. ഇതിപ്പോൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. റോഡ് കാണിച്ച് വെക്കണമെങ്കിൽ ഞാൻ കുറച്ച് റോഡ് പോണ വഴി കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പം സാവധാനം, ഇപ്പോൾ ഫോണിലോട്ട് നോക്കാനായിട്ട് പറ്റില്ല. സാവധാനം അതൊക്കെ ചെയ്യാം. ഹസ്ബൻഡിനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ചെറിയ വ്ലോഗായിട്ടൊക്കെ എടുത്തോ, ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിക്കുന്നത്, ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിട്ട് പോകാൻ നോക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് പോകാൻ ഇഷ്ടം തോന്നി. ചില സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ പോവാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇരുമ്പനം എത്താൻ പോണു. ഇരുമ്പനത്തുനിന്ന് നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. ഇരുമ്പനത്തുനിന്ന് റൈറ്റ്, തേർഡ് സംസാരിച്ചു. ഇതിനിടയിൽ ഗിയറൊക്കെ മാറ്റാനായിട്ട് മറന്നുപോയി കുട്ടികളെ. ഓക്കെ, ഓട്ടോ ചേട്ടൻ ഇങ്ങോട്ട് നോക്കണം, എന്താണ് ഈ പെണ്ണ് ചെയ്യുന്നത്. ഓക്കെ കേട്ടോ,
അയ്യോ 2 ഓട്ടോ ഫ്രണ്ടിലും മത്സരിക്കുന്ന പോലെ പോണത്. എനിക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റ് സൈഡിലോട്ട് എനിക്ക് നിർത്തിയിട്ടുണ്ട്. അവിടെ സിഗ്നൽ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പതിയെ ഫസ്റ്റ് ഇട്ടു, പതിയെ എടുക്കുകയാണ്. ബാക്കിലുള്ള ആൾക്കാർ തെറി പറയുന്നതിന് മുന്നേ നമുക്ക് പോകണം. ഓക്കെ, എനിക്ക് സിഗ്നലിൽ നിൽക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞ കുറച്ച് പേടിയാണ് കേട്ടോ. ഓക്കെ, എത്ര നേരം ആ സിഗ്നൽ ഉണ്ടാകും, അത് ഏതാണ് അടുത്തത് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലേ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇരുമ്പനത്തുനിന്ന് റൈറ്റ് എടുത്തു. ആ ജംഗ്ഷൻ്റെ പേരെന്താണ് ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും കുറച്ച് യാത്ര അപ്പുറത്തെ സൈഡും ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഗിയർ മാറ്റുകൂട്ടി, ഗിയർ മാറ്റണില്ല. 40 ഞാൻ സെക്കൻഡിൽ എങ്ങനെ പോകണില്ല. തേർഡാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു തേർഡിൽ പോകാൻ പറ്റുന്ന രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാക്ക് മിററൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാം. സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ട് കേട്ടോ. ചില സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു +1 +2 പിന്നെ 10ാം ക്ലാസ് കുട്ടികളൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിലോട്ട് പോണ റൂട്ട്, അതായത് ഈ ജംഗ്ഷൻ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് ചോറ്റാനിക്കരയിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ പോവാണ് കുട്ടികളെ. ഓക്കെ, സെക്കൻഡ് ആക്കി പതിയെ ഫസ്റ്റ് ആക്കണം. നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഫസ്റ്റ് ആക്കി ഇങ്ങനെ കാത്തിരുന്നു. പതിയെ നമ്മൾ സേഫായിട്ട് അപ്പുറത്തൊക്കെ നോക്കി നമ്മൾ തിരിഞ്ഞു. ഓക്കെ, യെസ്. എന്നിട്ട് നമുക്ക് നേരെ പോകണം കേട്ടോ. ഓക്കെ, ഒട്ട വ്ലോഗായിരിക്കുമല്ലേ, എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്തായിരിക്കും, ഇത് ആൾക്കാർ കാണുമെന്നില്ല അറിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ തന്നെ ഒന്ന് കണ്ടോളാം. ഓക്കെ, യെസ്. സെക്കൻഡ് ആക്കി അതേ തേർഡാക്കി. ശ്രദ്ധ വേണം, അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ആളോട് സംസാരിച്ച് പോണ രീതിയിലാണ് പോണത്, പാട്ട് വെച്ചിട്ടില്ല. ഓക്കെ, ഹിൽ പാലസ് ആകാൻ പോകണം. ഹിൽ പാലസ് വന്നിട്ടുണ്ടോ നിങ്ങൾ? ഹിൽ പാലസിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഹിൽ പാലസിൽ പോയത് ഹസ്ബൻഡിൻ്റെ കൂടെ. മദ്യമായി പോയി. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വരുന്ന സമയത്താണ് എൻ്റെ മക്കളെ വണ്ടി കൂടെയൊക്കെ ഒരു കുട്ടികൾ വേഗം അതുവരെ അവിടെ നിന്നു, പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ല, ബാക്കിൽ വണ്ടി വരുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ ആയിരിക്കണം കേട്ടോ കുട്ടികളെ വണ്ടി ഓടിക്കുമ്പോൾ. ഓക്കെ, വഴിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കായതുകൊണ്ട് ഹസ്ബൻഡിനോട് ഞാൻ ചോദിക്കും, അത് കഴിഞ്ഞ് എവിടെ പോകേണ്ടതെന്ന്. അപ്പോൾ ആൾക്കും ചെറിയൊരു ഇതുണ്ടായിരുന്നു, നോക്കിയൊക്കെ പോകണോട്ടോ അങ്ങോട്ട് വഴി കുറച്ച് ഇതാണ്. ഞാൻ പറഞ്ഞ് എന്തായാലും വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചിട്ട് വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കണ്ടേ, അല്ലാണ്ട് പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെട്ടു. സത്യമായിട്ട് ഞാൻ ഒരു വർഷമൊക്കെ എടുത്തു എന്ന് പറയാട്ടോ. ഏകദേശം ഞാനൊരു കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ ഇപ്പോഴും ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്നല്ല പറയണത്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടിക്കാനായിട്ട് പഠിക്കാൻ. ബാക്കിൽ ആരോ വന്നിട്ട് ഹോൺ അടിക്കുന്നുണ്ട് തോന്നുന്നു. നമ്മൾ ഹോണൊന്നും കേട്ട് പേടിക്കരുത്. അത്യാവശ്യം ധൈര്യം വേണം കേട്ടോ ഡ്രൈവിങ്ങിൽ. എന്താണെന്ന് വെച്ചാൽ ഈ എതിരെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരുന്ന പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓവർടേക്ക് എടുത്ത് വരുന്ന സമയത്ത്. അപ്പം നമ്മൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ നിങ്ങൾ ആവശ്യത്തിന് പ്രാക്ടീസ് എടുക്കുക. ആൾക്കാരുടെ കൂടെ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാരുടെ ആദ്യം ലൈസൻസ് എടുക്കുക. ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാരുടെ കൂടെ ഓടിച്ചു പഠിക്കുക. ഓരോരുത്തരുടെയും സ്കിൽസൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കൊക്കെ കുറച്ചധികം നാളെടുത്തിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതെന്ന് ഞാൻ പറയും. പിന്നെ ഞാനൊരു റെഗുലർ ബേസിൽ വണ്ടി ഓടിക്കുന്ന ആളല്ല. എനിക്കങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് യോഗ ക്ലാസ്, പിന്നെ അവിടെ അടുത്തൊക്കെയുള്ള ക്ലാസ് ഞാൻ 2 വീലറിനാണ്. അപ്പോൾ എറണാകുളം ബേസ് ചെയ്ത് നമുക്ക് പെട്ടെന്നൊക്കെ എത്തണം എന്നൊക്കെയുള്ള രീതിയിൽ പോകുമ്പോൾ നമ്മൾ 2 വീലറിന് തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഓടിക്കണം, എനിക്ക് പോകണം, അല്ലെങ്കിൽ പുതിയ വഴികളൊക്കെ ഇനി ഗൂഗിൾ മാപ്പ് നോക്കാൻ പഠിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലാണ്. ചിലവർ ഒരു സൈഡൊക്കെ മാത്രം നോക്കിയിട്ട് അങ്ങോട്ട് വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ സേഫ് ആയിരിക്കാം. നമ്മളൊരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആയിരിക്കണം കേട്ടോ. വണ്ടി യെസ് മക്കളെ, യെസ്. ഓക്കെ, അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. ബാക്കിൽ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു
തേർഡിൽ പിടിച്ചു പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. ക്യാമറയുടെ പൊസിഷൻ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഞാൻ ഇങ്ങോട്ട് വെച്ച് അതേപോലെ തന്നെ അപ്പുറത്തോട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ പോണില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റോഡിൻ്റെ വ്യൂവും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഏകദേശം ഒരു ഐഡിയ. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത്ര തിരക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യട്ടെ. പെട്ടെന്നൊക്കെ ആള് ഒന്നും നോക്കാണ്ട് പോകും. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇവിടുന്ന് ലെഫ്റ്റ് ആണോ നേരെയാണോ? തിരുവാങ്കുളം ജംഗ്ഷൻ ഇതാണോ? അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം. ചേച്ചി, തിരുവാങ്കുളം ജംഗ്ഷൻ ഏതാ? തിരുവാങ്കുളം ജംഗ്ഷൻ എങ്ങോട്ട് പോകണ്ടേ? മൂവാറ്റൂരാ. ആ, അപ്പൊ ഇവിടുന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? ഇവിടുന്ന് ഇവിടെ കയറ്റിട്ട് വളച്ചിട്ടെടുക്കും. വളച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റും. കാറ് തന്നെ, ആ ബസ് തന്നെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി തന്നെ ഉണ്ട്. അവിടുന്ന് ആ സൈഡിൽ കൂടെ ആ വണ്ടി അങ്ങോട്ട് പോകണം അല്ലേ? അത് തിരുവാങ്കുളം ജംഗ്ഷൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് റിവേഴ്സ് എടുക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് കറക്റ്റ് വഴി അറിയില്ലെങ്കിലുള്ള പ്രശ്നം. അപ്പോൾ വഴി അറിയാത്ത എനിക്കവിടെ കൺഫ്യൂഷൻ ആയിപ്പോയില്ലേ, തിരുവാങ്കുളം ജംഗ്ഷൻ അതാണോ എന്ന് എനിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ പയ്യെ തിരിച്ചെടുക്കണം. വണ്ടി പോയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ചെറിയൊരു വഴി. ഞാനതിന് ഒരു അരമണിക്കൂർ എക്സ്ട്രാ കൊടുത്തത് അതുകൊണ്ടാണ്. എനിക്ക് വഴി കറക്റ്റ് അറിയാത്തത് കൊണ്ട് നമ്മൾ പതിയെ സാവധാനം പോകണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ വണ്ടി എടുത്തത്. ഇവിടുന്ന് പതിയെ റൈറ്റ് എടുക്കണം. ആ സൈഡിൽ നിന്ന് വണ്ടികൾ കുറവാണ് വന്നത്. പക്ഷേ ഈ സൈഡിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പതിയെ ധൈര്യം സംഭരിച്ചെടുക്കുകയാണ് മക്കളെ. യെസ്, സക്സസ്. കണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാം. പക്ഷേ 9 മണി കഴിഞ്ഞാൽ ഇവിടെ നിന്നും വണ്ടിയൊന്നും ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ആണ് കേട്ടോ. തിരുവാങ്കുളം ഇതായിരുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനി തിരുവാങ്കുളം തെറ്റാൻ സാധ്യത കുറവാണ്. തിരുവാങ്കുളം സക്സസ്. ഒരു ചേട്ടൻ പോകുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടോ? നിരനിരയായിട്ട് വണ്ടികൾ വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട്. ദൈവം സഹായിച്ച് മക്കളെ. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അതിനിടയിൽ തിരുവാങ്കുളം ജംഗ്ഷൻ അതാണോ എന്ന് പെട്ടെന്നൊരു കൺഫ്യൂഷനായി. അതാണ് ഞാൻ പറഞ്ഞത്, വഴി അറിയാത്തൊരു കുഞ്ഞാടാണ് ഞാൻ. എനിക്കധികം വഴികൾ കറക്റ്റ് അറിയില്ല. തിരുവാങ്കുളം ജംഗ്ഷൻ അതാണെന്ന് ഇപ്പം മനസ്സിലായി. ഇനി ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ തെറ്റിക്കില്ല കേട്ടോ. ഇനി ഞാൻ തെറ്റിക്കാതെ പോവേ. അപ്പം നമ്മൾ തിരുവാങ്കുളത്തുനിന്ന് ലെഫ്റ്റ്. അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ചിട്ട് ഒരു 20 കിലോമീറ്ററോളം വരുന്നാണ് പറഞ്ഞത്. 20 കിലോമീറ്റർ അല്ലേ? ഈശ്വര, പെട്ടെന്ന് ഓർക്കുമ്പോൾ അതും ഓർമ്മയില്ല. അപ്പോൾ യാത്ര തുടരുകയാണ്. ഓക്കെ, ഭാഗ്യത്തിന് അപ്പോൾ നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ വരാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ തിരക്കായി തുടങ്ങിയിട്ടില്ല. ഞാൻ ഇനി അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടുകയായിരിക്കും കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരിക്കുള്ളൂ പോണത്. അപ്പോൾ ഇതെനിക്ക് ഓഫ് ചെയ്ത് സേഫായിട്ട് ഞാനൊരു സൈഡിൽ നിർത്തി ഗൂഗിൾ മാപ്പ് ഇട്ട് പതിയെ ഞാൻ പോകും. എങ്ങോട്ടേക്കാണ് നമ്മളുടെ യാത്ര? മലാക്കുന്ന് ഡോറ പറയണത് പോലെ ഇവിടെ നമ്മൾ മാറാടി, മൂവാറ്റുപുഴയിലുള്ള മാറാടിയിലാണ് കേട്ടോ പോണത്. ഇവിടെ ആദ്യമായിട്ട് യോഗ അധ്യാപക സംഗമം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് ഭഗവാനേ. അങ്ങനെ പോവാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. തിരുവാങ്കുളത്ത് നിന്ന് ലെഫ്റ്റ്. അവിടെ ചെറിയൊരു പണി കിട്ടി. ഞാൻ പെട്ടെന്നൊന്ന് എൻ്റെ ഈശ്വര, ഞാനിനി എങ്ങനെ തിരിച്ച് ആ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ എടുത്തും പോയി എങ്ങനെ തിരിച്ചു വരും എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിച്ചു. പക്ഷേ ധൈര്യം സംഭരിച്ചു, നമ്മൾ തിരിച്ചു വന്നു. അവിടെ ഭാഗ്യത്തിനൊരു വലിയൊരു കടയുടെ ഫ്രണ്ട് സൈഡ് ഉണ്ടായിരുന്നു. നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ റിവേഴ്സ് എടുക്കാൻ പറ്റിയ സ്ഥലം പോലും ഉണ്ടാവാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗ്യം ദൈവം സഹായിച്ച് ഞാനങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല. ഇതായതായി. അപ്പം നിങ്ങളും വണ്ടി ഓടിച്ച് ഫസ്റ്റ് ടൈം പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ഒറ്റപ്പെട്ട സമയത്ത് ഇറങ്ങരുത്. ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിയാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. ഞാനൊരു അരമണിക്കൂർ എക്സ്ട്രാ വെക്കുന്ന രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് കൂടുതലുള്ള സമയത്ത് ഇറങ്ങരുത്. ട്രാഫിക് ഒരുവിധം ഒതുങ്ങി നിൽക്കുന്ന സമയമില്ലേ ട്രാഫിക്. ഇപ്പോൾ ഇവിടെ ഇന്നെന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആണ്.
ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു 7-8 മണി. തൃപ്പൂണിത്തറ പേട്ടയൊക്കെ എപ്പോഴും ട്രാഫിക്കാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. സേഫായിട്ട് സമാധാനത്തോടെ എല്ലാം ചെയ്ത് കാമായിട്ട് ഒന്നും വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് ആ രീതിയിൽ വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ വലിയ സ്പീഡൊന്നും പോകണ്ട. പിന്നെ മനുഷ്യന്മാരല്ലേ, അപ്പം നമ്മൾ പതിയെ എല്ലാവരും തന്നെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഒന്നും പറഞ്ഞു ഓട്ടോ അറിയാത്ത ആൾക്കാരൊന്നും വണ്ടി എടുത്തിട്ട് പോകരുത് കേട്ടോ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. അത് ആവശ്യത്തിന് ടൈം നിങ്ങൾ വണ്ടി ഓടിച്ച് പഠിക്കുക. പിന്നെ എപ്പോഴും പഠിച്ചാലും എന്നെ പോലെയൊക്കെ ഞാൻ ഒരു ടൈമിൽ വിചാരിച്ചു, അയ്യോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാനായിട്ടില്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പം അത് പതിയെ തന്നെ നിങ്ങൾ ഓടിച്ച് റെഡിയാക്കി എടുക്കുക. എന്തൊക്കെയാണ് പറയണല്ലേ, ഒരു ബന്ധം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ വഴിയൊന്ന് മാറിപ്പോയതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇത് കണ്ടോ, നല്ല പ്ലെയിൻ റോഡാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. കരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ കരിക്കാരനൊന്നുമില്ല. ശരവണ ഭവനൊക്കെ കാണാം നമുക്ക്. പക്ഷേ അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാകും. അതുമല്ല, ഞാനിപ്പോൾ ഇനി ഇവിടെ നിർത്താനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വഴികൾ പഠിക്കാമല്ലോ നമുക്ക്, ഇല്ലേ? അപ്പോൾ എൻ്റെ കുട്ടികളെ നിങ്ങൾ ഡ്രൈവിങ് പഠിക്കണം കേട്ടോ. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, 10 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഡ്രൈവിങ് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഞാൻ പോണത്. അപ്പോൾ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനായിട്ട് പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ റോഡ് പണി നടക്കുകയാണെന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം സൈഡ് ചീർക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് മക്കളെ. മൂവാറ്റുപുഴ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒന്ന് പതിയെ ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് നേരെയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഗൂഗിൾ മാപ്പ് ഇടാം. അപ്പോൾ ഞാൻ തൽക്കാലം ഓഫ് ചെയ്യാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മാറാടിയിലെത്തിയിട്ടോ. വരുന്ന വഴിക്ക് നമുക്ക് നമ്മളുടെ ഗൂഗിൾ മാപ്പ് വെച്ചേക്കണത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നല്ല വഴിയായിരുന്നു, നല്ല പാടം, നെല്ല്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ പോലെ 1-2 സ്ഥലങ്ങളിൽ വഴി മാറിപ്പോയി. വീണ്ടും റിട്ടേൺ എടുത്ത് റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ പിന്നെ വായിൽ നാവുണ്ട്. അങ്ങനെ ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെ പതിയെ വന്നു. അങ്ങനെ ഇവിടെ സേഫായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ മാപ്പ് നോക്കിയിട്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരെ പേടിച്ചിരിക്കുന്നവരോടൊക്കെ നിങ്ങൾ വരിക. അതൊരു ഭയങ്കര ഒരു സ്കില്ലായിരിക്കും. നമ്മൾ അറിയുന്ന സ്ഥലത്ത് പോകുന്നതിനേക്കാളും അറിയാത്തൊരു സ്ഥലത്ത് അങ്ങനെ നോക്കിയിട്ട്, ഞാനിതുവരെ അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമുക്കത് നോക്കാം, മനസ്സിലാകും. അങ്ങനെ നോക്കിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളല്ലേ ശരിക്കും. ഇതൊരു ഉൾപ്രദേശം, ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലമൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എത്ര പേരോട് ചോദിക്കേണ്ടി വരും, പ്രത്യേകിച്ച് എന്നെ പോലെ വഴി അറിയാത്തവർക്ക്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. ചെറിയൊരു വ്ലോഗ്. ശരിക്കും 1 മണിക്കൂറാണ് ഇതിൽ കാണിച്ചത്. ഞാൻ 1 മണിക്കൂർ ഒരു 10 മിനിറ്റും കൂടുതൽ എടുത്തു തോന്നുന്നു. 7:45 ഒക്കെ ആയപ്പോൾ 7:45 ഞാൻ ഇറങ്ങിയത്. 9 മണി ആയി ഇവിടെ എത്തിയപ്പോൾ. 9:05 ആയി. അപ്പോൾ 1.5 മണിക്കൂർ. അപ്പോൾ എക്സ്ട്രാ ടൈം ഞാൻ പറഞ്ഞതുപോലെ. എന്നാലും ഉദ്ഘാടന സഭ ഇപ്പോൾ അവിടെ നടക്കാൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ അകത്തുണ്ട്. ഈ രീതിയിലായിരുന്നു വ്ലോഗ്. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വഴി തെറ്റും, വഴി മാറും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ആ ഒരു എക്സ്ട്രാ ടൈം ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരീനെ, ഇവിടെയുള്ള യോഗ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ എത്തിയെന്ന്. അങ്ങനെ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം സ്വന്തമായിട്ട് അങ്ങനെ വരാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതിൽ സാധിക്കുന്ന പോലെ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. എല്ലാവരും ഡ്രൈവിങ് പഠിച്ചിരിക്കുക. ഡ്രൈവിങ് അറിയുന്നവർ പതിയെ മുന്നോട്ടിറങ്ങി സ്വന്തമായിട്ട് ഒഴിച്ചു നോക്കുക. ഹസ്ബൻഡിനെ ലെഫ്റ്റ് സൈഡിൽ ഇരുത്തിയിട്ട് നമ്മൾ ഡ്രൈവിങ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ടുള്ള കോൺഫിഡൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ. അപ്പോൾ ഇന്നും നാളെയും ഇവിടെ ആയിരിക്കും. ഇവിടെ ഉദ്ഘാടന സഭ തുടങ്ങി. നല്ല നല്ല വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട് യോഗ റിലേറ്റഡ് ആയിട്ട്. നമ്മൾ എന്ത് ഫീൽഡിലാണോ അതിലിങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമുക്ക് അറിയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു കുഞ്ഞും മരിക്കില്ല. നമ്മൾ ക്യൂരിയസ് ആയിരിക്കുക പുതിയ കാര്യങ്ങൾ അറിയാൻ. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞിരിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എപ്പോഴും ഓപ്പൺ മൈൻഡായിട്ടിരിക്കണം, അല്ലേ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ സാധിക്കുന്ന പോലെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു ഡ്രൈവിംഗ് വ്ലോഗ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ